ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, യേശുവേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നിയെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. രണ്ടാം ദിവരഹസ്യം. നമ്മുടെ കർത്താവ് മിശിഹ പീലാത്തോസിന്റെ അരമനയിൽ ചമ്മട്ടി കൊണ്ട് അടിക്കപ്പെട്ടു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. അപേക്ഷിക്കണമേ. ആമേൻ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നിയെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ. മൂന്നാം ദിവരഹസ്യം. നമ്മുടെ കർത്താവ് മിശിഹായെ പടയാളികൾ മുൾമുടി ധരിപ്പിച്ചു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ പ്രകൃതിക്ഷോഭത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടു പോയ എല്ലാ സഹോദരങ്ങളെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അനാഥ ബാല്യങ്ങൾക്കും മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്കും അമ്മയായും മകളായും കൂടപ്പിറപ്പായും ആശ്വാസം നൽകണമേ. മുന്നിലേക്കുള്ള വഴിയിൽ ഇരുട്ട് മാത്രം നിറഞ്ഞു നിൽക്കുന്ന ജീവിതങ്ങളിൽ പ്രകാശത്തിൻ്റെ പാതയൊരുക്കുവാൻ അങ്ങേ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
സത്യഫലമായ ഈശോ ഗ്രഹിക്കപ്പെടാനാകുന്നു. ഇപ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാത്തിന് ഭംഗം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിനേറ്റം യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സദ്ബുദ്ധിയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേഗവതിയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിനേറ്റം യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വസ്തയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആധ്യാത്മിക പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരഞ്ഞെടുക്കുന്ന റോസാ പുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലനന്ദം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണ്ണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിഷകാല നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, പാപികളുടെ സങ്കേതമേ, പീഡിതരുടെ ആശ്വാസമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ, മാലാഖമാരുടെ രാജ്ഞി, പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി, പ്രവാചകന്മാരുടെ രാജ്ഞി, ശ്രീഹന്മാരുടെ രാജ്ഞി, രക്തസാക്ഷികളുടെ രാജ്ഞി, മന്ദകന്മാരുടെ രാജ്ഞി, കന്യകളുടെ രാജ്ഞി, സകല വിശുദ്ധരുടെ രാജ്ഞി, അമലോത്ഭവ രാജ്ഞി, പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, സ്വർഗാരോപിത രാജ്ഞി, സ്വർഗ ഭൂലോക പാപങ്ങളെ സംബന്ധിക്കുന്ന ദിവസം രാട്ടിക്കൊണ്ട് ഭൂലോക പാപങ്ങളെ സംഭവിക്കുന്ന ദിവസം ഭൂലോക പാപങ്ങളെ സംഭവിക്കുന്ന ദിവസം രാട്ടിക്കൊണ്ട് ദൈവത്തിന്റെ പുണ്യപൂർണ്ണയ മാതാവേ, ഇതാ ഞങ്ങൾ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും ധൈര്യമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ അർഹരാകുവാൻ
അപേക്ഷകൾ ഞങ്ങളെ കർത്താവ് ഈശോ വഴി ഞങ്ങൾക്ക് തന്നരണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി ഏറ്റവും നിറഞ്ഞ കേരള സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരെ, നമ്മൾ ഓർക്കുന്നു, ഒരാഴ്ചയ്ക്ക് മുൻപ് ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് ഒരുപാട് സ്വപ്നങ്ങളുമായി കിടന്നുറങ്ങിയ നമ്മുടെ സഹോദരങ്ങൾ പുലരുന്നതിന് മുമ്പ് തന്നെ ആ ഉറക്കം അവസാനത്തെ ഉണർന്നുവെന്ന് മനസ്സിൽ ചിന്തിക്കുന്നതിന് മുമ്പ് ജീവനും ബന്ധങ്ങളും ബന്ധുക്കളും സ്വത്തും കുടുംബവും നടന്നുപോയ വഴികളും എല്ലാം അപ്രത്യക്ഷമായി. വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിനകത്തും പുറത്തും ചൂരൽമല എന്ന മലയിലുണ്ടായ പ്രകൃതിക്ഷോഭം, മണ്ണിടിച്ചിൽ, അത് ഒഴുകി വന്നത് ചാലിയാർ പുഴയിലേക്ക് ഏകദേശം 43-44 കിലോമീറ്ററോളം ഒഴുകിയാണ് ആ മണ്ണിടിച്ചിലിന്റെ ആഘാതം അവസാനിക്കുന്നത്. ഇന്നലെ നാം പത്രങ്ങളിൽ വായിച്ചു, ഏതാണ്ട് 420ഓളം വ്യക്തികൾ ഈ അപകടത്തിൽ അവരുടെ ജീവൻ ഹോമിക്കേണ്ടതായി വന്നു. അതിനോടനുബന്ധമായിട്ട് അവരുടെ ജീവജാലങ്ങൾ, വീട്ടിൽ വളർത്തിയ വളർത്തുമൃഗങ്ങൾ, ഒപ്പം അവരെല്ലാമായി സർവസ്വമായി അവരുടെ ഭവനമായി കൊണ്ടു നടന്ന അവരുടെ ഭവനങ്ങൾ, വലിയ വീടുകളാകാം, ചെറിയ വീടുകളാകാം, ഉറപ്പുള്ളതാകാം, ഉറപ്പില്ലാത്ത ഭവനങ്ങളാകാം, എല്ലാം തന്നെ അപ്രത്യക്ഷമായി. അത് കാണാൻ പോലും ഈ പറഞ്ഞ 420ഓളം പേർ അവശേഷിച്ചു. ഇനിയും ധാരാളം പേരെ മിസ്സിംഗ് ആയതിനാൽ, കാണാതെ പോയിരിക്കുന്നതിനാൽ അതിനുള്ള അന്വേഷണത്തിലാണ് അവിടെയുള്ളത്. നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം, ഈ ദുഃഖം ആരോട് പറയും? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഒരു പക്ഷേ നമ്മളിൽ പലരും ചിന്തിച്ചു കാണും, ദൈവം അവരെ കാത്ത് പരിപാലിക്കാൻ അവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ അതിന് ഉത്തരം കണ്ടെത്താനുള്ളൂ. ഈശ്വരന്മാരെ ചോദിക്കും, ഈ കുഞ്ഞു മരിച്ചപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം എവിടെ? അവർക്കുള്ള ഉത്തരം, പിതാവായ ദൈവത്തിന്റെ ഏകജാതൻ കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിച്ചപ്പോൾ എവിടെയായിരുന്നോ ആ ദൈവം, അവിടെ തന്നെ ആ ദൈവം. മനുഷ്യ ജീവിതത്തിന്റെ സഹനങ്ങളുടെ ഒരു വലിയ പാഠം കർത്താവ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടാണ് കുരിശിൽ അവൻ മരിച്ചത്. അത് വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു. ആ ലക്ഷ്യങ്ങൾ ഇന്നും ഭൂമിയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൽ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഇത്തരത്തിലുള്ള വേദനകളിൽ പങ്കുചേരുന്ന ധാരാളം സഹോദരങ്ങൾ, നമ്മൾ തന്നെ, മനുഷ്യൻ തന്നെ അറിഞ്ഞു ചെയ്യുന്ന പാപത്തിന്റെ അക്രമങ്ങളുടെ പരിണിത ഫലമായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന ധാരാളം യാതനകൾ നമുക്കറിയാം. മിഡിൽ ഈസ്റ്റില് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധത്തില്
49,000-ഓളം ആളുകൾ മരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു വലിയ യുദ്ധത്തിന്, മൂന്നാം ലോക മഹായുദ്ധത്തിന് തന്നെ കാഹളം ഒഴുകിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ യുദ്ധം സംഭവിച്ചിരിക്കും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ മിഡിൽ ഈസ്റ്റ് ഇല്ല. ആരുടെ കുഴപ്പമാണ്? സ്വാസ്ഥതയുടെയും മത തീവ്രവാദത്തിന്റെയും സങ്കടങ്ങളാണ് ഇവിടെ പറയാൻ വരുന്നത്. മനുഷ്യ സ്നേഹമില്ല, ദൈവസ്നേഹമില്ല, മനുഷ്യന് വിലയില്ല. നമ്മൾ ഇവിടെ ചെയ്തത് ഇപ്പോൾ ഈ വേദന അനുഭവിക്കുന്ന സഹോദരങ്ങളോട് ചേർന്ന്, മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കളോട് ചേർന്ന്, മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളോട് ചേർന്ന്, സഹോദരങ്ങളെ നഷ്ടപ്പെട്ട സഹോദരങ്ങളോട് ചേർന്ന് പ്രാർത്ഥനയിൽ അവരുമായിട്ട് നമ്മൾ ഒന്നിക്കുകയാണ്. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു അതാണ്. മാത്രമല്ല നമ്മുടെ ഇടവക മാത്രമല്ല, നമ്മുടെ രൂപത മാത്രമല്ല, നമ്മുടെ കേരളത്തിലുള്ള കത്തോലിക്ക സഭ മുഴുവനും ഒന്നു ചേർന്ന് അവരെടുക്കുന്ന സാമ്പത്തിക സംഭാവനകൾ ഒരുമിപ്പിച്ചു കൂട്ടി കേരള കത്തോലിക്ക സഭ അവിടെ ഒരു വലിയ പ്രോജക്റ്റ് വീട് പണിത് കൊടുക്കുവാനും അവരുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തി വീണ്ടും നഷ്ടപ്പെട്ടു പോയവരുടെ മനസ്സിന്റെ ധൈര്യവും ജീവിതവും വീണ്ടെടുത്ത് ഇനിയും മുൻപോട്ട് പോകണമെന്ന് അവരെ ധൈര്യപ്പെടുത്തുന്നതിന് വേണ്ടി പ്രോജക്റ്റുകൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അടുത്ത ഞായറാഴ്ച കുർബാന മധ്യയെടുക്കുന്ന സ്തോത്ര കാഴ്ച നമ്മൾ രൂപതയിൽ ഏൽപ്പിക്കും. രൂപത അത് KCBC ഏൽപ്പിക്കും. KCBC മാനന്തവാടി രൂപതയുമായി ചേർന്ന് സാമൂഹ്യ പ്രവർത്തനങ്ങള്, പ്രത്യേക പ്രോജക്റ്റുകൾ ചെയ്യാനായിട്ടാണ് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. നമ്മുടെ രൂപത പ്രത്യേകിച്ച് ബ്ലെസ്സേഡ് ഹോം സംഘടന സംവിധാനം അവിടെയുള്ള 5-10 കുടുംബങ്ങളെ ദത്തെടുത്ത് കുട്ടികളെ പഠിപ്പിക്കുവാനും കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി പിതാവ് പ്രതിജ്ഞാബദ്ധമാണ്. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും പ്രതിജ്ഞാബദ്ധമാണ്. നമ്മുടെ എല്ലാവരുടെയും സഹകരണത്തോടെയാണ് പിതാവിന് അപ്രകാരം ചെയ്യാൻ സാധിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. ഇന്ന് ഈ ജപമാനത്തിൽ പങ്കുചേർന്ന് മരിച്ചുപോയ, ആ ദുരന്തത്തിൽ മരിച്ചുപോയ ആത്മാക്കളെ ഓർത്ത് അവർക്ക് വേണ്ടി പിതാവായ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ആ യജ്ഞം ഏറ്റവും പുണ്യം നിറഞ്ഞ യജ്ഞമാണ്. സഹജീവികളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതും കരുണ കാണിക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടതുമായിട്ടുള്ള പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനായി സഹായിച്ച, സഹകരിച്ച, പങ്കുചേർന്ന് എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ദൈവനാമത്തിൽ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ നോട്ടോയുടെ ഈ നടയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. കാരണം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിയാണ് നാം ജപമാല ചൊല്ലിപ്പോയത്. അമ്മ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. അതോടൊപ്പം തന്നെ വേദന അനുഭവിക്കുന്നവർക്ക് മാനസികമായിട്ടുള്ള ശക്തി വീണ്ടും ജീവിക്കാൻ ഈ പ്രാർത്ഥന, ഈ സമർപ്പണം വഴിയായിട്ട് അവർക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ കൈകാര്യന്മാരെയും കേന്ദ്ര സമിതി അംഗങ്ങളെയും കേന്ദ്ര സമിതി പ്രസിഡന്റിനെയും CLC സംഘടനയെയും KCY സംഘടനയെയും പങ്കുചേർന്ന എല്ലാവരെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു. നമുക്ക് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള നമ്മുടെ സാധാരണ പ്രാർത്ഥന എല്ലാം ആ സമയത്ത് എല്ലാവരും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നല്ലതുപോലെ ഉയർത്തിപ്പിടിക്കുക. വിട്ടുപോകും. തിരി കെട്ടുകയാണെങ്കിൽ സാരമില്ല, വീണ്ടും കത്തിക്കണമെങ്കിൽ കത്തിക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ പിടിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഉയർത്തിപ്പിടിച്ചു മരിച്ച വിശ്വാസികളുടെ ആത്മാവുകൾ തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മരിച്ച വിശ്വാസികളുടെ ആത്മാവുകൾ തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ
മരിച്ച വിശ്വാസികളുടെ ആത്മാവുകൾ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്മ മറിയമേ സുസ്തി, പള്ളിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾ